ഇന്ന് ജനുവരി 26. ജനുവരിയിലെ 4th വീക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ 4th പേ ഔട്ട് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് വിഡ്രോവൽ അടിക്കാം. സോ നമ്മുടെ 4th പേ ഔട്ട് ഫണ്ടനെക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ എൻ്റെ 50K അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡ് കാണാം. ഇത് ഓൾറെഡി റീസെറ്റ് ആയിട്ടുണ്ട്. പേ ഔട്ട് ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഫെബ്രുവരി 10 ആണ് കാണുന്നത്. അതായത് അടുത്ത പേ ഔട്ടിലേക്ക് അക്കൗണ്ട് 50Kയിലേക്ക് റീസെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പേ ഔട്ട് സെഷനിലേക്ക് പോവാം. ഇവിടെ പേ ഔട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 3107 ആണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുന്നു. ഇവിടെ നോക്കിയാൽ 2 അക്കൗണ്ട്സ് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ചലഞ്ച് ഫേസിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയർ നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ് ഷെയർ ആണ് 2882 എന്നുള്ളത്. ഞാൻ 2 സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. പേ ഔട്ട് മെത്തേഡ് ഞാൻ റൈസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെയിൽ ഐ ഡി ഡിഫറൻറ്റ് ആണ്. ഞാൻ റൈസിൻ്റെ മെയിൽ ഐ ഡി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാൻ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ OTP കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഞാൻ കൺഫേം കൊടുക്കുന്നു. നമുക്ക് ഓക്കെ കാണാം. പേ ഔട്ട് റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പേ ഔട്ട് 3107 ആണ് × 90. അതായത് 2,79,000 പേ ഔട്ടാണ് നമ്മൾ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തത്. നമുക്ക് ഈ മന്തിലെ ടോട്ടൽ പേ ഔട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതിന് മുമ്പ് എടുത്ത പേ ഔട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 2,500, 3,844, GST 650, ആൽഫയുടെ തന്നെ കഴിഞ്ഞ വീക്ക് എടുത്ത 2,855 പ്ലസ് 3,107. ടോട്ടൽ $12,000 പേ ഔട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11,66,000 രൂപയുടെ ടോട്ടൽ പേ ഔട്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 2026 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒറ്റ മാസമാണ് നമ്മൾ 11,66,000 പേ ഔട്ട് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ഞാനൊരു 10 lakh എന്നാക്കാം. അതായത് ടോട്ടൽ ഞാനൊരു 10 lakh പേ ഔട്ട് എടുത്തിട്ടുള്ളൂ എന്ന് കരുതുക. ബട്ട് സ്റ്റിൽ ഡിവൈഡ് ബൈ 12, 83,000. അത് വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 80,000. അതായത് ഇപ്പോൾ കിട്ടിയ പേ ഔട്ട്സ് എൻ്റെ റേസിൻ്റെ അക്കൗണ്ടിലോ എൻ്റെ വാളറ്റിലോ വെറുതെ ഇട്ടിട്ട് ഇനിയുള്ള 12 മാസം അല്ലെങ്കിൽ 11 മാസം 80K വെച്ച് എടുത്താലും എനിക്ക് സ്റ്റിൽ ഈ വർഷം എൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു എമൗണ്ട് അവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു മാസം കൊണ്ടാണ് നമ്മൾ 10 lakh പ്ലസ് പേ ഔട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം നമുക്ക് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയെങ്കിലും കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വന്ന് ഷിപ്പ് പോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് 80,000 ഇല്ലെങ്കിലും ഒരു 10,000 എങ്കിലും മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതും ട്രേഡിങ്ങിൽ നിന്ന്. നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ കൂടി നിങ്ങൾക്കും ബെറ്റർ ആവാം. അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ ഉള്ള ലൈഫ് പോലെ തന്നെ മുന്നോട്ട് പോകാം. ദാറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ ഇനി അടുത്ത പേ ഔട്ടുമായിട്ട് നെക്സ്റ്റ് മന്ത് കാണാം.